ഹായ് ഫ്രണ്ട്സ്, സെക്കൻഡ് ഇയറിന്റെ ലോകത്ത് നമ്മൾ സഞ്ചരിക്കാൻ ഓൾറെഡി തുടങ്ങി. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന സുന്ദരമായ സാമ്രാജ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് സഞ്ചരിച്ചു. ഓക്കെ, സോ അതിന് പാരലായിട്ട് ഞാൻ പുതിയൊരു ലോകത്ത് കൂടെ നിങ്ങളെ കൊണ്ടുപോവാണ്. ഓക്കെ, നമ്മളുണ്ടല്ലോ സാധാരണ ബാംഗ്ലൂർക്ക് ടൂർ പോകുമ്പോ മൈസൂരും കൂടി കാണാറുണ്ടല്ലോ. അതേപോലെ നമ്മൾ പോകുന്ന വാഹനത്തിൽ നമ്മൾ പുതിയൊരു സാമ്രാജ്യത്തിലൂടെ നീങ്ങാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ. ഓക്കെ, കുറെ കമന്റ്സുകൾ വന്നിരുന്നു ഫസ്റ്റ് പാർട്ട് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പാരലായിട്ട് ഫസ്റ്റ് പാർട്ട് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, സോ സെക്കൻഡ് ഇയറിലെ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ, അതിന്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് പാർട്ട് ഓർ ഫസ്റ്റ് ചാപ്റ്റർ. ഇങ്ങനെ ഒരു ചാപ്റ്റർ NCERT നോക്കിയാൽ കിട്ടില്ല. NCERT അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. NCERT ചാപ്റ്ററിന്റെ പേര് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നാണ്. പക്ഷെ എനിക്കിഷ്ടം അതിനെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വിളിക്കാനാണ്. ഓക്കെ, ആ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് വായിച്ചോ? അത് വായിക്കുമ്പോ തന്നെ നമുക്കൊരു സത്യം മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് വാക്കുകൾ കൂടി ചേർന്നപ്പോഴാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കിട്ടിയത്. ഒന്നാമത്തെ വാക്ക് ഇലക്ട്രോ, രണ്ടാമത്തെ വാക്ക് സ്റ്റാറ്റിക്സ്. ഇലക്ട്രോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചാർജ്. സ്റ്റാറ്റിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, റെസ്റ്റ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ ഉത്തരം പറയാ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് ഓർ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് സ്റ്റേഷനറി ചാർജസ്. സ്റ്റേഷനറി ചാർജിന്റെ സ്റ്റഡിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക്സ് വിളിക്കുക. മനുഷ്യ സമൂഹത്തിന് ചാർജ് എന്നുള്ള കോൺസെപ്റ്റ് എവിടുന്നാവും കിട്ടിയിട്ടുണ്ടാവുക? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ അല്ലെ? അതൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് അറിയാം? വളരെ ഈസിയാണ്. ചാർജ് എന്നുള്ള കോൺസെപ്റ്റ് കിട്ടാൻ കാരണം ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ ഫാക്ടർ ആവില്ലേ? ലൈറ്റ്നിങ്ങിന് ഏതൊക്കെയോ മരത്തിനെ കത്തിക്കാനുള്ള കഴിവുണ്ട്, ലൈറ്റ്നിങ്ങിന് ഏതൊക്കെയോ ജീവികളെ കൊല്ലാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോ ലൈറ്റ്നിങ്ങിലുള്ള എന്തോ പവർ, ഇതിനെ അവര് ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റി ആയിട്ട് വിളിക്കാണ്. ഓക്കെ, സോ ചാർജ് എന്താന്നുള്ളത് തൽക്കാലം നമുക്ക് അറിയില്ല. അറിയാതെ നമുക്ക് യാത്ര തുടങ്ങാം. ഐഡിയ ക്ലിയർ ആണല്ലോ? 600 BC ഓൺവേർഡ്സ് ടേൽസ് ഓഫ് മിലേറ്റസ് പോലുള്ള ഗ്രീക്ക് ഫിലോസഫേഴ്സ് ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അവര് അതിനുവേണ്ടി ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്നു. നമ്മൾ സയന്റിസ്റ്റുകൾ ചെയ്ത എക്സ്പെരിമെന്റ് അല്ലാതെ മറ്റൊരു എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്യാണ്. നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ്. ഓക്കെ, നമ്മള് കുട്ടിക്കാലത്ത് ചെയ്ത എക്സ്പെരിമെന്റ് ഞാൻ ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോ കുട്ടി അല്ലാത്തതിനാൽ ചിലപ്പോ എക്സ്പെരിമെന്റിൽ ചെറിയ പിഴവുകളൊക്കെ ഉണ്ടാവും. ദയവായി ക്ഷമിക്കാം. ഓക്കെ, ആ ബുക്ക് തരൂ. ഓക്കെ, സോ HC വർമ്മ, എന്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചറായ HC വർമ്മയുടെ ബുക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്, എടുത്തു തരാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ അപ്പോ ഈ ബുക്കിന്റെ മുകളിൽ ഞാൻ കുറെ പേപ്പർ പീസസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പേപ്പർ പീസിൽ ഇത് നിങ്ങളൊക്കെ നല്ലോണം ചെയ്ത എക്സ്പെരിമെന്റ് ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഒരു പെന്ന് കൊണ്ട് ഞാൻ തലയിൽ നല്ലവണ്ണം റബ്ബ് ചെയ്യാണ്. ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഈ പേപ്പർ പീസിൽ കാണിക്കാണ്. പേപ്പർ പീസ് അട്രാക്റ്റഡ് ആവണം ഉണ്ടല്ലോ. ഇപ്പോഴും പോന്നിട്ടില്ല. ഓക്കെ, പോന്നു. ഇനി പെന്നിനെ ഞാൻ ഇങ്ങനെ സാധാരണ പോലെ കൈകൊണ്ട് വെറുതെ റബ്ബ് ചെയ്തു. മീൻസ് അതിനെ വെറുതെ നീക്കി. ഇപ്പോ ഈ പേപ്പർ പീസ് അട്രാക്റ്റഡ് ആവണില്ല. ഒരിക്കൽ കൂടെ തലയിൽ റബ്ബ് ചെയ്തു, എന്നിട്ട് പേപ്പർ പീസിൽ കാണിക്കാണ്. പേപ്പർ പീസ് ഒട്ടിപ്പിടിച്ച് നിൽക്കണോ? കാണാണ്ടാവുമല്ലോ. ഓക്കെ, അതെന്തുകൊണ്ടാ? തലയിൽ റബ്ബ് ചെയ്തപ്പോ പേപ്പർ പീസ് അട്രാക്റ്റഡ് ആവാൻ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ചാർജുമായിട്ട് എന്തോ ബന്ധം ഉണ്ടാവും. ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, ഒരു മെറ്റീരിയൽ ചാർജ്ഡ് ആവുക എന്നുള്ളതിനെ ഫിസിക്സിൽ പറഞ്ഞ പേരാണ് ഇലക്ട്രിഫൈഡ് ആവുക. അപ്പൊ ചാർജ്ഡ് ആവുന്ന പ്രോസസ്സിന്റെ പേരെന്തായിരിക്കും? ഇറ്റ്സ് കോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. പെന്ന് കൊണ്ട് തലയിൽ റബ്ബ് ചെയ്തപ്പോഴാണ് ചാർജ് കിട്ടിയത്. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോ അവിടെ എന്തോ എഫക്ട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നമുക്കറിയാം, രണ്ട് വസ്തുക്കൾ റബ്ബ് ചെയ്യുമ്പോ അവിടെ ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ കാരണം ചാർജ്ഡ് ആയിട്ട് മാറുക.
ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കണ പേരാണ്, നിങ്ങൾക്കറിയാം പേരെന്താന്നുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രിക്ഷൻ കാരണം ചാർജ്ഡ് ആവുക. ചാർജ്ഡ് ആവുന്ന പ്രോസസ്സിനെ വിളിക്കണ പേര് ഇലക്ട്രിഫിക്കേഷൻ. അപ്പൊ ഫ്രിക്ഷൻ കാരണം ചാർജ്ഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിന്റെ പേരെന്താവും? ഞങ്ങൾക്കറിയാം സർ, അതന്നെ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ആണല്ലോ. An object getting charged due to friction is called frictional electrification. Okay, ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ആദ്യത്തെ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി അതിന്റെ ഒരുപാട് വേർഷൻസ് നമുക്ക് പറയാനുണ്ട്. തൽക്കാലം ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്ത് നോക്കിയതാണ്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ചെയ്തു നോക്കിക്കൂടാ. അത് വിജയിക്കുമെന്ന് അറിയണ്ടേ? വിജയിക്കുന്ന ഉറപ്പാണ്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊന്നും അറിയാത്ത സമയം 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വെറുതെ വരച്ചിട്ട് ഇങ്ങനെ പേപ്പർ പീസിന് അട്രാക്റ്റഡ് ആയിട്ട് നല്ലോണം ആസ്വദിച്ചതാണ്. സോ അതൊരിക്കൽ കൂടെ ചെയ്ത് നോക്കുക, രസമായിരിക്കും. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് വിചാരിച്ചിരുന്നത് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തോ ഫ്ലൂയിഡ് ആണെന്ന്. ഇതിന്റെ ഉള്ളില് ഇപ്പൊ 2 പെൻ എന്റെ കയ്യിലുണ്ട്. ഈ പെന്നില് പോസിറ്റീവ് ചാർജിന്റെ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇത് പോസിറ്റീവ്ലി ചാർജ്, ഇതില് നെഗറ്റീവ് ചാർജിന്റെ ഗ്യാസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്. ഇതായിരുന്നു സയൻസില് അന്നത്തെ വിശ്വാസം. അമേരിക്കൻ സയന്റിസ്റ്റ് ആയ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ആദ്യമായി സയൻസിന് പറഞ്ഞു കൊടുത്തത് there are 2 types of charges, positive and negative. അതിന്റെ തമാശ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ഫ്രാങ്ക്ലിൻ അറിഞ്ഞൂടായിരുന്നു വാട്ട് ഈസ് മീൻ ബൈ ചാർജ്. 2 തരം ചാർജ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കൊടുത്ത ഫ്രാങ്ക്ലിൻ വിചാരിച്ചതും ചാർജ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ആണെന്ന്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി ഇപ്പൊ നമുക്കറിയാം അങ്ങനല്ല. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് എന്തുണ്ടാവണത്? ചാർജ് ഉണ്ടാവണത്. നമുക്കറിയാലോ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ കിട്ടിയാലോ നെഗറ്റീവ് ചാർജ് അല്ലെ? When an object gains electron, it attains negative charge. When it loses an electron, it attains positive charge. Idea clear അല്ലേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റ് ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യാൻ. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്തപ്പോ ഗ്ലാസ് റോഡിന് കിട്ടിയ ചാർജിനെ പോസിറ്റീവ് എന്ന് വിളിച്ചോളാനാണ്, സിൽക്കിന് കിട്ടിയ ചാർജിനെ നെഗറ്റീവ് എന്ന് വിളിച്ചോളാൻ. ഓക്കെ, എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ അങ്ങോട്ട് വിളിച്ചോളാം. ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്യുമ്പോ ഗ്ലാസിന് കിട്ടുന്ന ചാർജിനെ പോസിറ്റീവ് എന്ന് വിളിച്ചോളാം, സിൽക്കിന് കിട്ടുന്ന ചാർജിനെ നെഗറ്റീവ് എന്ന് വിളിച്ചോളാം. കാരണമൊന്നുമില്ല, അങ്ങനെയാണ്. എന്തൊക്കെ ആയാലും അത് ശരിയായി. ഓക്കെ, സോ ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്യുമ്പോ ഗ്ലാസിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആണ്, സിൽക്കിന് കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ആണ്. അത് ശരിയായിട്ടും മാറി. വേണമെങ്കിൽ പറയാം ഫ്രാങ്ക്ലിന്റെ ഭാഗ്യം ഉദിച്ചു നിൽക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ട് അയാൾ പറഞ്ഞ ശരിയായി. പക്ഷെ ഒരു ഗുണമുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവര് മറ്റ് എക്സ്പെരിമെന്റുകൾ മുഴുവൻ ചെയ്തു നോക്കിയത്. ഇത് ശരിയായോണ്ടുള്ള മെച്ചം എന്തായിരിക്കും? ബാക്കിയൊക്കെ ശരിയായിട്ടുണ്ടാവില്ലേ? ഉറപ്പാണല്ലോ. ഓക്കെ, സോ അവര് ചെയ്തത് രണ്ടാമത്തെ എബണൈറ്റ് റോഡും ഫറും കൂടെ റബ്ബ് ചെയ്യാം. ഫർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വൂളൻ ക്ലോത്തുകൾ. ഓക്കെ, ഇത് രണ്ടും റബ്ബ് ചെയ്യുമ്പോ എബണൈറ്റിന് എന്ത് ചാർജ് കിട്ടിയിട്ടുണ്ടാവും? ഫറിന് എന്ത് ചാർജ് കിട്ടിയിട്ടുണ്ടാവും? ഓക്കെ, ഒരു സെക്കൻഡ് ടൈം നിങ്ങൾക്ക് അത് ആലോചിക്കാൻ തരണോ? ബോർഡിലുള്ള എഴുതിയ കാര്യം കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ഐഡിയ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാം. അത്രയും സമയം മതി. ഓക്കെ, അത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ആലോചന കിട്ടിയിട്ടുണ്ടാവും ഏതാണ്ടൊക്കെ അല്ലെ? സോ നിങ്ങളായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഈ ജോലി ഏൽപ്പിച്ചത്. നിങ്ങൾ ഫ്രാങ്ക്ലിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു വിചാരിക്കാം. നിങ്ങൾ എന്താവും ചെയ്യാം? എബണൈറ്റിന് കിട്ടിയ ചാർജും ഫറിന് കിട്ടിയ ചാർജും എന്താണെന്നറിയാൻ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാം? എന്തൊക്കെയോ ഐഡിയ നമ്മളെ തലയിൽ കൂടെ വരുന്നുണ്ട്, ശരിയല്ലേ? ഉണ്ട്. പക്ഷെ അങ്ങനെ ജോയിന്റ് ആവണില്ല, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കാൻ പറ്റണില്ല. ഓക്കെ, എന്തായിരിക്കും അതിനുള്ള ഏറ്റവും സിമ്പിൾ വേ എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ ഐഡിയ സിമ്പിൾ ആണ്. ഓക്കെ, ഒരിക്കൽ കൂടെ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അതിനുള്ള ഐഡിയ?
ഇപ്പോഴും സാർ ഐഡിയ ഒന്നും കിട്ടിയില്ല. വളരെ ഈസിയാണ്. ഓക്കെ, ഗ്ലാസ് റോഡും സിൽക്കും റബ്ബ് ചെയ്താൽ ഗ്ലാസ് റോഡിന് കിട്ടിയ ചാർജ് എന്താണെന്നും സിൽക്കിന് കിട്ടിയ ചാർജ് എന്താണെന്നും നമുക്ക് സയൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ്, സിൽക്കിന് നെഗറ്റീവ് ചാർജ്. ഒരു സ്ട്രിങ്ങിന്റെ മുകളില് ഗ്ലാസ് റോഡ് കെട്ടിത്തൂക്കാം, സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യാം. അപ്പൊ ഇതിന് എന്ത് ചാർജാ കിട്ടിയ നമുക്കറിയാം, ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടി. ഉറപ്പല്ലേ? ആണ്. സോ ഗ്ലാസ് റോഡ് മാത്രമാണ് കെട്ടിത്തൂക്കിയത്, സിൽക്കിനെ നമ്മൾ ഒഴിവാക്കി. എബണൈറ്റും ഫറും കൂടെ റബ്ബ് ചെയ്യാം. എബണൈറ്റും ഫറും റബ്ബ് ചെയ്തിട്ട് എബണൈറ്റ് റോഡിനെ ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കാം. ഇത് ഗ്ലാസ് റോഡ്, ഇത് എബണൈറ്റ്. ഇപ്പൊ ഏതാണ്ടൊക്കെ ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് കേറുന്നുണ്ടാവും. ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോ ഈ ഗ്ലാസ് റോഡ് എബണൈറ്റിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, ഇഫ് എബണൈറ്റ് റോഡ് അട്രാക്ട് ഗ്ലാസ് റോഡ്, എബണൈറ്റിന് കിട്ടിയ ചാർജിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? ഞങ്ങൾക്കറിയാം, നെഗറ്റീവ്. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? പണ്ടെന്നോ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പഠിച്ചു വെച്ചത്? ലൈക്ക് ചാർജസ് will repel and unlike charges will attract. അത് പ്രകൃതിയുടെ നിയമമാണ് അല്ലെ? ഒരേപോലുള്ള ചാർജുകൾ റിപ്പൽ ചെയ്യും, ഡിഫറെന്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യും. ശരിയാ? ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്താ അറിയോ? ഒരു +2 സ്റ്റുഡന്റ് അത് മനസ്സിലാക്കാൻ, ബോയ് ബോയ് റിപ്പൽഷൻ ആവും, ബോയ് ഗേൾ അതന്നെ അട്രാക്ഷൻ ആവും. അത്ര ആലോചിച്ചാൽ മതി, വല്ലാണ്ട് ആലോചിക്കണ്ട കേട്ടോ. ഒരു റേഞ്ച് വിട്ട് പോണ്ട, മിനിമം റേഞ്ചിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ആ കൺഫ്യൂഷൻ വരരുത്. +2 സ്റ്റുഡന്റ് ഇടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയി നടക്കുന്നുണ്ടാവും. അൺലൈക്ക് ചാർജസ് എന്താ ചെയ്യാ? എന്താ ഡൗട്ട്? ഡിഫറന്റ് അല്ലേ? അപ്പൊ എന്താ ഉണ്ടാവുക? അട്രാക്ഷൻ. ഓക്കെ, സെയിം ആണെങ്കിൽ എന്താ ഉണ്ടാവുക? റിപ്പൽഷൻ. സംശയമില്ലല്ലോ. അപ്പോ ഗ്ലാസ് റോഡിനെ എബണൈറ്റ് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എബണൈറ്റിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഫറിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആവും. ഈ പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഇൻക്ലൂഡിംഗ് എക്സാമ്പിൾ. ഗ്ലാസ് റോഡ് റബ്ബ്ഡ് വിത്ത് സിൽക്ക്, charge acquired by glass rod can be called as positive and charge acquired by silk can be called as negative. When ebonite rod rubbed with the fur, charge acquired by ebonite rod is negative and charge acquired by fur is positive. Clear? കൃത്യമായിട്ട് മനസ്സിലായോ? ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഈ പറഞ്ഞ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോ ഒരുപാട് ഫോഗ് ഒക്കെ പോവാണ്, അല്ലെങ്കിൽ സ്മോക്ക് ഉണ്ടാവുകയാണ്. ആ സ്മോക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ സ്മോക്കിന്റെ ഉള്ളിലെ ഓരോ പാർട്ടിക്കിളിനും ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സപ്പോസ് സ്മോക്ക് ഉണ്ടായാലും ഫുൾ നെഗറ്റീവ് ചാർജിനാണ്. നമ്മൾ രണ്ട് ചെറിയ ചെറിയ നീഡിൽസ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാണ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. എന്റെ റൈറ്റ് ഹാൻഡ് പോസിറ്റീവ്, ലെഫ്റ്റ് ഹാൻഡിലെ പെന്ന് നെഗറ്റീവ്. ഇങ്ങനെ രണ്ട് നീഡിൽസ് കൊണ്ടുപോയി വെക്കാണ്. ഇവിടെ സ്മോക്ക് ഇങ്ങനെ പൊങ്ങി വരാണ്. സ്മോക്കിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ സ്മോക്ക് മുഴുവൻ ഇതിന്റെ അടുത്തേക്ക് വരില്ലേ? അത് മുഴുവൻ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ കൂടെ സ്മോക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് പിടിച്ചെടുക്കുക ആഷിന്. ഓക്കെ, ആ ആഷ് മുഴുവൻ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിലേക്ക് അബ്സോർബ്ഡ് ആവും, സ്മോക്കും അബ്സോർബ്ഡ് ആവട്ടോ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഡിവൈസ് കണ്ടിട്ടുണ്ടോ? സ്മോക്കിനെ അബ്സോർബ് ചെയ്യുന്ന ഡിവൈസോ? ഇല്ല സർ, ഞാൻ പറയണു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉറപ്പാ ഉണ്ടോ? ഉണ്ട്. നമ്മളുടെ മോഡേൺ കിച്ചണിലൊക്കെ ഉള്ള എന്താ സാധനത്തിന് പറയാ? ഇലക്ട്രിക് ചിമ്മിനി അല്ലെ? നമ്മള് മീനൊക്കെ വറക്കണ സമയത്ത് ചിലപ്പോ ഉമ്മർത്തിരുന്നാൽ വായയിൽ ഒരുപാട് വെള്ളം വരും, അതിന്റെ സ്മെല്ലായിട്ട്. പക്ഷെ ചിമ്മിനിന്റെ താഴെ വെച്ചിട്ടാണ് നമ്മള് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് പുറത്തേക്ക് പോവില്ല, ഈ ചിമ്മിനി വഴി ഉള്ളിലേക്കാണ് പോവുക. കാരണം അവിടുന്ന് ഉണ്ടാവുന്ന സ്മോക്കിന് ചാർജ് ഉണ്ട്. ആ ചാർജിനെ അട്രാക്ട് ചെയ്യാൻ അതിന്റെ ഉള്ളില് ഇങ്ങനെ ഏതെങ്കിലും രണ്ട് നീഡിൽസ് ഉണ്ടാവും, അവരതിനെ അട്രാക്ട് ചെയ്യും, അതുവഴി ആ സ്മെല്ല് പുറത്തേക്ക് പോകും. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മളെ വീട്ടിലുണ്ട്. ഇനി നമ്മൾ ഫിലിമൊക്കെ കാണുമ്പോഴേ ഒരു എയർക്രാഫ്റ്റ് വന്നിട്ട് റൺവേയിൽ ലാൻഡ് ചെയ്ത് പോണ കാഴ്ച കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആ ഫിലിമിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഒറ്റ ഇടിച്ചണ്ട് ഇറങ്ങണ സമയത്ത് കുറെ സ്പാർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യണ കാണാം.
കാരണം ഇത് നിലത്ത് ഇടിച്ചിറങ്ങാണ്. അങ്ങനെ ഇറങ്ങുമ്പോ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഈ ഇലക്ട്രിസിറ്റി കാരണം എങ്ങാനും സ്പാർക്ക് ഉണ്ടായിട്ട് മുകളിലേക്കാ പോയെങ്കിൽ എയർക്രാഫ്റ്റ് പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യത ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യാ? അത് ഒഴിവാക്കാൻ സിമ്പിൾ ആണ്. ആണോ? ആണ്. എയർക്രാഫ്റ്റിന്റെ ടയറുകൾ എന്താക്കി മാറ്റിയാൽ മതി? കണ്ടക്ടിങ് ആക്കി മാറ്റിയാൽ മതി. മനസ്സിലായി. ടയർ കണ്ടക്ടിങ് ആണെങ്കിൽ അത് നേരെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് പോയിക്കോളും. അപ്പൊ അതിന്റെ അക്യൂമുലേഷൻ ഉണ്ടാവില്ല. പണ്ടത്തെ ടാങ്കർ ലോറികളൊക്കെ, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. തൽക്കാലം ഇത് ലോറിയാണെന്ന് വിചാരിക്കാം. ടാങ്കർ ലോറി, ടയറൊക്കെ എവിടേക്കോ ഉണ്ട്. ഈ ടാങ്കർ ലോറിയുടെ പണ്ട് കാലത്ത് ബാക്കിലായിട്ട് ഒരു മെറ്റൽ വയർ ഉണ്ടായിരുന്നു. അത് നിലത്ത് ടച്ച് ചെയ്തിട്ടാണ് കിടക്കുക. അത് എന്തിനായിരിക്കും? ഇപ്പൊ പെട്രോൾ കൊണ്ടുപോണ ലോറിയാണ്. എയർ റെസിസ്റ്റൻസിലൂടെയാണ് ആ ലോറി പോണതെങ്കിൽ ഓക്കെ, അതിന്റെ മുകളിൽ ചാർജ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങാനും ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് ഇതിന്റെ ഉള്ളിലേക്കാണ് വന്നാൽ ലോറി പൊട്ടിത്തെറിക്കുന്ന ഉറപ്പല്ലേ? അങ്ങനെ വരാതിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഇതിന്റെ താഴെ ഒരു ചെയിൻ കണക്ട് ചെയ്യുക. അത് നിലത്തേക്ക് ടച്ച് ചെയ്താൽ മതി. അപ്പൊ ആ ചാർജ് ഒക്കെ എന്ത് ചെയ്തോളും? നീങ്ങിക്കോളും. ഓക്കെ, സ്റ്റേറ്റ് സിലബസിന്റെ എഡ്യൂമേറ്റ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് നമ്മൾ ഇറക്കിയിരുന്നു നമ്മളെ ഗവൺമെന്റ്. ആ ബുക്കിൽ കൊടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകി വീഴാണ്, ഇങ്ങനെ പതുക്കെ പോരാണ്. ഇതിന്റെ അടുത്തായിട്ട് ഒരു ഗ്ലാസ് റോഡിനെ തലയിൽ റബ്ബ് ചെയ്യണോ, എന്നിട്ട് ഇതിന്റെ തൊട്ടടുത്ത് കാണിച്ചാൽ ഈ വെള്ളത്തിന്റെ പാത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നാണ് ആൻസർ. ഇതാണ്, ഇതിന്റെ പാത്തിന് ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവും. ഇനിയും എക്സാമ്പിൾ പറയാൻ പറ്റും. വേറെ ഏതോ ബുക്കിൽ വായിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വീടിന്റെ റൂഫ് ടോപ്പില് ഒരു വലിയ അലൂമിനിയത്തിന്റെ പാത്രം കൊണ്ടുപോയി വെക്കാണ് ഒരു വുഡൻ ടേബിളിന്റെ മുകളില്. 4-5 ദിവസം കഴിഞ്ഞ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു ചെറിയ ഷോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്. ഉണ്ടാവുമോ? 5 ദിവസം കഴിഞ്ഞ് എന്നിട്ട് അലുമിനിയം പാത്രത്തുമ്പോ തൊട്ട് വെക്കുക, ഷോക്ക് അടിച്ച് തെറിക്കോ? ഷോക്ക് ഉദ്ദേശിച്ച ചെറിയ ഷോക്കാണ്, അല്ലാണ്ട് നമ്മളെ കൊല്ലാനുള്ള ഷോക്ക് ഒന്നും എന്തുണ്ടാവില്ല, അതിനുണ്ടാവില്ല. ചെറിയ ഷോക്ക്. അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ടിവിയുടെ മുന്നിൽ ഇങ്ങനെ കൈ കൊണ്ടുവച്ചാൽ നമ്മളെ ഹെയർ ടിവിന്റെ മുകളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. ഏറ്റവും സിമ്പിൾ ഷോക്കാണത്. അതേപോലെ തന്നെ അയൺ ചെയ്യുമ്പോ, ചില പോളിസ്റ്റർ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോ ടിറ്റി ചില പൊട്ടലുകൾ കേൾക്കാം, ചെറിയ സൗണ്ടില്. ഓക്കെ, ഇതൊക്കെയാണ് ചെറിയ ചെറിയ സ്പാർക്കുകൾ വരുന്നത്. ഐഡിയ ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതേമാതിരി തന്നെ ഈ വാഹനങ്ങളുടെ ഒക്കെ, ഇപ്പൊ കാറൊക്കെ പെയിന്റ് ചെയ്യണ സമയത്ത് ഇതേപോലെ ചാർജ്, ഈ കാറിന്റെ ബോഡീനെ ഒരു ടൈപ്പ് ചാർജ് ആക്കി മാറ്റും, പെയിന്റിന് വേറൊരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുക. അപ്പൊ ആ പെയിന്റ് എന്ത് ചെയ്തോളും? കാറിന്റെ ബോഡിയിൽ കൃത്യമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും. സോ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിന്റെ കുറെ എക്സാമ്പിളുകളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ചുറ്റുപാടും കാണുന്ന കുറെ എക്സാമ്പിളുകൾ. ഓക്കെ, ആ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. എന്താ ചോദിച്ചേ? ഓ, അതിന്റെ റീസൺ വേണമെന്നല്ലേ? ഓക്കെ, പറയാം. സോ നിങ്ങൾ ചോദിച്ച ചോദ്യം, നേരത്തെ നമ്മൾ പെന്ന് കൊണ്ട് തലയിൽ റബ്ബ് ചെയ്തിട്ട് പേപ്പർ പീസിൽ കാണിച്ചു. ആ പേപ്പർ പീസ് കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ്. ഓക്കെ, അല്പം മതിയാ? മതി, വേണ്ട, കുറച്ചുകൂടി വലുതാക്കാം. ഇത് പെന്നാട്ടോ. ഓക്കെ, പെന്നുകൊണ്ട് നമ്മൾ തലയിൽ റബ്ബ് ചെയ്തു, പേപ്പർ പീസിൽ കാണിച്ചു. ആ പേപ്പർ പീസിൽ കാണിച്ചപ്പോ പേപ്പർ പീസ് അട്രാക്റ്റഡ് ആവാൻ കാരണം എന്താണ്? ഇപ്പൊ പെന്നിന് പോസിറ്റീവ് ആണെങ്കിൽ പേപ്പറിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. നമുക്കറിയാം. നമ്മൾ പേപ്പറിനെ റബ്ബ് ചെയ്തിട്ടില്ല. ഏതിനെ മാത്രം റബ്ബ് ചെയ്തിട്ടുള്ളൂ? പെന്നിനെ മാത്രം റബ്ബ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും അട്രാക്ഷൻ ഉണ്ടാവുക? ഓക്കെ, അതിന്റെ കാരണം സിമ്പിൾ ആണ്. പെന്നിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഈ പേപ്പറിലെ നെഗറ്റീവ് ചാർജ് ഒക്കെ ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കും, പോസിറ്റീവ് ചാർജ് ദൂരെ പോയി നിൽക്കും. ഇങ്ങനെ നിൽക്കുമ്പോ എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവ് ചാർജിനെ ഈ പെൻ അട്രാക്ട് ചെയ്യും. ശരിക്കും ആ പെന്ന് വലിച്ചെടുക്കുന്നത് നെഗറ്റീവ് ചാർജിനെയാണ്. ഒപ്പം ആ പേപ്പർ പീസും കൂടി പോന്നു മാത്രം. പണ്ടേതോ മിമിക്രിയിൽ പറഞ്ഞ ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, നിന്റെ തലയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ ഭാര്യ പൂവോണ്ട് എറിഞ്ഞതാണ്,
പൂ കൊണ്ട് എറിഞ്ഞപ്പോ മുറിയാവുമോ എന്ന് ചോദിച്ചപ്പോ കുടച്ചട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പണ്ടത്തെ സംഭവം. ഓക്കെ, സെയിം സ്റ്റൈൽ. ഈ പെൻ അട്രാക്ട് ചെയ്യണത് നെഗറ്റീവ് ചാർജിനെ മാത്രമാണ്. പക്ഷെ ഒപ്പം ആര് പോവാണ്? പേപ്പർ പീസ് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ വൈകുന്നേരം വരെ ഉരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തലയിൽ പെന്നുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഒരു ബുക്ക് നേരെ പോരോ? അങ്ങനെയാണെങ്കിൽ സുഖമായിരുന്നു. സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ പെന്നുകൊണ്ട് തലയിൽ ഉരച്ചിട്ട് ഇങ്ങനെ കാണിച്ച സൂപ്പർ മാർക്കറ്റിലെ ബുക്കൊക്കെ നമ്മളെ മൈഡിയർ കുട്ടിച്ചാത്തനിലൊക്കെ പോണമാതിരി ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെ, ആ ബുക്ക് കൊണ്ട് നമുക്ക് പോവായിരുന്നു. അങ്ങനെ സംഭവിക്കൂല എന്ന് ഉറപ്പാണ്. അതെന്തുകൊണ്ടാ? നമ്മൾ എത്ര നേരം ഉരച്ചാലും ഇതിന് കിട്ടുന്ന ചാർജിന് ഒരു പരിധി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ? ചാർജസ് പോളറൈസ്ഡ് ആയിട്ട് മാറി എന്നാണ് പറയാം. ചാർജസ് സെപ്പറേറ്റഡ് ആയി ഓപ്പോസിറ്റ് ചാർജിനെ ആ പെൻ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. ലോജിക് ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞല്ലേ? ഇനി ഈ പറഞ്ഞ ലോജിക്കില് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. ഓക്കെയാണ്. അപ്പോ ഇതിന്റെ കാരണം നമുക്കറിയാം. പക്ഷെ എന്റെ ബ്രെയിനില് ഈ നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോ കുറെ സംശയങ്ങൾ വന്നു. ഞാൻ നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ട് കുളിച്ചു വന്നൊരു ദിവസം ആണ് ഇതുപോലെ പെന്നോണ്ട് റബ്ബ് ചെയ്ത് പേപ്പർ പീസിൽ കാണിച്ചെങ്കിൽ അട്രാക്ഷൻ കൂടോ കുറയോ? നല്ലവണ്ണം എണ്ണ തേച്ച് കുളിച്ച ദിവസമാണ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തതെങ്കിൽ മനസ്സിലായി സർ, എണ്ണ തേച്ച ഫ്രിക്ഷൻ കുറയും, അപ്പൊ അട്രാക്ഷൻ കുറയും. വെൽ ഡൺ. ഇനി എന്റെ തലയിൽ നല്ല നനവൊക്കെ ഉണ്ട്, ഞാനൊരു ചെറിയ മഴയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കയറി വരാന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്താൽ അതിന്റെ എഫക്ട് കൂടുകയാണോ കുറയാണോ ചെയ്യാം? 100% ഉറപ്പല്ലേ? അവിടെ ആ വാട്ടർ ഡ്രോപ്സ് എന്ത് ചെയ്യും? ചാർജിനെ കണ്ടക്ട് ചെയ്യിക്കും. അപ്പൊ അതിന്റെ റിസൾട്ട് കുറയും. ഓക്കെ, ഈ പെന്നിന് പകരം ഇതുപോലത്തെ ഒരു ഇരുമ്പിന്റെ പീസ് എടുത്തിട്ടാണ് ഞാൻ തലയിൽ റബ്ബ് ചെയ്തത്. ഓക്കെ, പേപ്പർ പീസിൽ കാണിച്ച അട്രാക്ഷൻ കൂടുകയോ കുറയോ? അട്രാക്ഷൻ കുറയും. കാരണം പെന്നോണ്ട് തലയിൽ റബ്ബ് ചെയ്യുമ്പോ ഇവിടെ കിട്ടിയ ചാർജ് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് മൂപ്പരെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചേ? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അയൺ പീസ് ആണെങ്കിൽ ഇറ്റ്സ് എ കണ്ടക്ടർ, ഇറ്റ് വിൽ കണ്ടക്ട് ചാർജസ്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? ആ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് ഉണ്ടാവില്ല. ലോജിക് ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോഴും ചാർജ് എന്താന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ പെന്നോണ്ട് തലയിൽ റബ്ബ് ചെയ്തു. ഈ പെന്ന് ചാർജ്ഡ് ആയോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള ഡിവൈസിന്റെ പേരെന്താവും? ചാർജ്. അതിനെ വിളിക്കണ പേര് നേരത്തെ നമ്മൾ എഴുതി, ഇലക്ട്രോ. എന്തെങ്കിലും മെഷർ ചെയ്യാനുള്ള ഡിവൈസിന്റെ പേര് സ്കോപ്പ്. ഗാൽവനോസ്കോപ്പ് ഉണ്ടാവും, ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, അതല്ലാണ്ട് വേറെ എന്തൊക്കെ നമുക്ക് അറിയാം? സ്റ്റെതസ്കോപ്പ് അറിയണ്ടാവും എന്തായാലും, ഉറപ്പല്ലേ? സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം എന്തായാലും അറിയണ്ടാവും. സോ ഒരു ഡിവൈസിനെ കാണിക്കാൻ നമ്മൾ കൊടുക്കാം സ്കോപ്പ് എന്നുള്ള ഒരു ടേം ആണ്. അപ്പോ ഇത് ക്ലബ് ചെയ്യുമ്പോ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് ചാർജ് കിട്ടിയോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാനുള്ള ഡിവൈസ്. ഇനി ആ ഡിവൈസിനെ നമ്മൾ ശരിക്കും വിളിക്കുക ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അതിന്റെ ഐഡിയ സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു കണ്ടെയ്നർ, ഈ കണ്ടെയ്നറിൽ ഒരു കോർക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റൽ സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽ സ്ട്രിപ്പില് 2 ഗോൾഡ് ലീഫുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ സർ? കോപ്പർ ലീഫ് കൊടുത്തൂടെ? അയൺ ലീഫ് കൊടുത്തൂടെ? അത് ഹിഞ്ചസ് പോലെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്, അതിനെ നമ്മൾ ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം സിമ്പിൾ. ഗോൾഡ് ആണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓബ്ജക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കാം. അതുകൊണ്ട് അവിടെ ഗോൾഡ് ലീഫ് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇവിടെ ഒരു ചെറിയ സ്ഫിയർ ഉണ്ട് ആ മെറ്റലിന്റെ തന്നെ. നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റീരിയൽ ഇതിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ടച്ച് ചെയ്താൽ ഈ ലീഫുകൾക്ക് എന്താവും സംഭവിക്കുക? ഐഡിയ ക്ലിയർ ആണോ? ഏതാണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ പോസിറ്റീവ് ചാർജ് ഇതുവഴി സഞ്ചരിച്ച് ഇങ്ങനെ പോരും, ഇങ്ങനെ പോന്നിട്ട് ഈ ലീഫില് വരും, ഈ ലീഫിലും വരും. രണ്ടിലും പോസിറ്റീവ് ചാർജ് ആണ്. ലൈറ്റ് ചാർജസിന് എന്താ സംഭവിക്കുക? റിപ്പൽഷൻ. അൺലൈറ്റ് ചാർജിന് അട്രാക്ഷൻ. സ്വാഭാവികമായിട്ടും ഇവര് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോ ഈ ലീഫുകൾ അകന്നു പോകും, ഇങ്ങനെ വരും. ഓക്കെ,
സോ ആദ്യം ലീഫുകൾ ഏതോ രീതിയിൽ നിന്നിരുന്നു. നമ്മളൊരു ചാർജ് ഓബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ചപ്പോ ആ ലീഫ് ഡൈവേർജ്ഡ് ആവുകയാണെങ്കിൽ ഈ കൊണ്ടുവച്ച ഓബ്ജക്റ്റിന് ചാർജ് ഉണ്ട്. ഇതേ എക്സ്പെരിമെന്റ് ഞാൻ നെഗറ്റീവ് ചാർജ് ഉള്ള റോഡാണ് കൊണ്ടുപോയി വെച്ചത്. നമുക്കറിയാം എബണൈറ്റ് റോഡാണ് കൊണ്ടുപോയി വെച്ച് വിചാരിക്കുക, ഫെറോ ആയിട്ട് റബ്ബ് ചെയ്ത്. സോ ഇവിടെ നെഗറ്റീവ് വരും, ഇതിലും നെഗറ്റീവ് വരും. അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? റിപ്പൽഷൻ തന്നെയാണ് കിട്ടുക. പറഞ്ഞ ഐഡിയ കിട്ടിയല്ലോ. സോ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഡിവൈസിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഇനി ചാർജ് എന്താന്ന് പറയാം. അതൊരു സിമ്പിൾ ഐഡിയ ആണ്. എവിടെയോ കേട്ടിട്ടുണ്ടാവും ഫോട്ടോൺ. ഫോട്ടോൺ ഇസ് ദ ബേസിക് ക്വാണ്ടിറ്റി ഫോർ ലൈറ്റ്. ഉറപ്പാണല്ലോ. ഫോട്ടോൺ ഇസ് ദ ബേസിക് ക്വാണ്ടിറ്റി ഫോർ ലൈറ്റ്. ഫോണോൺ ഇസ് ദ ബേസിക് ക്വാണ്ടിറ്റി ഫോർ സൗണ്ട്. ഗ്രാവിറ്റോൺ ഇസ് ദ ബേസിക് ക്വാണ്ടിറ്റി ഫോർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അതേപോലെ ചാർജ് ഇസ് ദ ബേസിക് ക്വാണ്ടിറ്റി വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് എഫക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്. ഐഡിയ ക്ലിയർ അല്ലേ? ചാർജ് ഇസ് എ ബേസിക് ക്വാണ്ടിറ്റി വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താന്നുള്ളത് അടുത്ത ടോപ്പിക്കിൽ പറയും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എന്താന്നുള്ള ടോപ്പിക് പറയാം. ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബേസിക് ക്വാണ്ടിറ്റി ആണ്. സോ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ചാർജ് ഈസ് ദ ബേസിക് എൻറ്റിറ്റി വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് എഫക്ട്. കൃത്യമായിട്ട് ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എന്നാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജുകളുടെ പ്രോപ്പർട്ടീസ്. ചാർജിനെ ഡിനോട്ട് ചെയ്യാനുള്ള ലെറ്റർ Q ആട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. എത്ര പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാം? ഞാൻ പറയുന്നു മിനിമം നിങ്ങൾക്ക് 2 പ്രോപ്പർട്ടി എങ്കിലും അറിയാം. സാറല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. നോ ഡൗട്ട് ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ഓക്കെ, സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് like charges will repel and unlike charges will attract. Like ചാർജുകൾ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യും. അതെന്താ സർ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതിയേ? ആദ്യം പറഞ്ഞത് ഒന്നാമത്തല്ലേ എഴുതേണ്ടത്? കാരണം സിമ്പിൾ. രണ്ടാമത്തെ പ്രോപ്പർട്ടി അറിയണ കുട്ടിക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി ഫ്രീ. ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ 2 തരം ചാർജ് ഉണ്ട് എന്നല്ല അർത്ഥം. സോ there are 2 types of charges. One is positive and another one is negative. Idea clear അല്ലേ? There are 2 types of charges. One is positive, other one is negative. Like charges will repel and unlike charges will attract. Logic clear ആണല്ലോ? പ്രശ്നമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. എന്താ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞ? ക്വാണ്ടം തിയറി നമുക്കറിയാം. എനർജി ഒരു ടോട്ടൽ ഫ്ലോ അല്ല, പകരം ഡിസ്ക്രീറ്റ് ആയിട്ടാണ് ഫ്ലോ ചെയ്യാന്നുള്ളതാണ് ക്വാണ്ടൈസേഷൻ പറഞ്ഞിരുന്നത്, അല്ലെ ക്വാണ്ടം തിയറി പറഞ്ഞത്. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയണത്. ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് an integral multiple of charge of electron. Q equal to plus or minus Ne. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഒരിക്കൽ കൂടെ എഴുതാം. Q equal to plus or minus Ne, where N equal to 0, 1, 2, 3 etc. up to infinity. Okay, ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ ഇക്വേഷൻ. Total charge of a system is an integer multiple of or integral multiple of charge of electron. Idea clear ആണല്ലോ? Okay, where n equal to 0, 1, 2, 3 etc. ഈ പറഞ്ഞതിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത 2 പോയിന്റും കൂടിയും പറഞ്ഞാൽ ഈ ഏരിയ തീരും. എന്നിട്ട് ഞാൻ പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടി
മൂന്നാമത്തെ പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നാലാമത്തെ പ്രോപ്പർട്ടി ചാർജസ് ആർ കൺസേർവ്ഡ് ഓർ കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ ഇതിന്റെ മുന്നേ എന്തൊക്കെയോ കൺസർവേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും സിമ്പിൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്തായിരുന്നു അതിന്റെ ഡെഫിനിഷൻ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ഇൻ ടു അനദർ ഫോം. അപ്പൊ എന്താവും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്? ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. Charge can neither be created nor be destroyed. It can be transferred from one body to another. ചാർജിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ചാർജിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ചാർജിനെ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വസ്തുവിൽ നിന്ന് വേറെ വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സ്റ്റിൽ ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം m equal to m0 by root of 1 minus v square by c square. ഒരു ഓബ്ജക്റ്റ് ലൈറ്റിന്റെ വെലോസിറ്റിനോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിന്റെ മാസ് കൂടും. എത്ര വലിയ വെലോസിറ്റിയിൽ പോയാലും ഓബ്ജക്റ്റിന്റെ ചാർജിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ലോജിക് ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ ആറാമത്തെ ഒരു പ്രോപ്പർട്ടി പറയാം. ചാർജസ് ഹാവ് ആഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് Q, അടുത്തത് 3Q, അടുത്തത് 5Q. വാട്ട് ഈസ് എ ടോട്ടൽ ചാർജ് ഇൻ ദ സിസ്റ്റം എന്ന് ചോദിച്ചാൽ Q plus 3Q plus 5Q. ആൻസർ ഈസ് 5 3 8 8 1 9 9Q. ഐഡിയ ക്ലിയർ ആണോ? സോ പ്രോപ്പർട്ടീസ് ഒരിക്കൽ കൂടെ. രണ്ട് തരം ചാർജുകൾ ഉണ്ട്. ഒന്ന് പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്. രണ്ട് തരം ഫോഴ്സുകൾ, ഒന്ന് അട്രാക്ഷൻ, അടുത്തത് റിപ്പൽഷൻ. Then quantization of charge Q equal to plus or minus NE. Okay, total charge of a system is integer multiple of charge of electron. Okay, then conservation of charge. ആ പാട്ട് നമുക്ക് നല്ലോണം അറിയാം. Charge can neither be created nor be destroyed. It can be transferred from one body to another body. Charge is independent of velocity and it has additive nature. Okay, ഐഡിയ ക്ലിയർ അല്ലേ? സംശയമില്ലാതെ പ്രതീക്ഷിക്കണം. സോ ഇതുവരെയുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണ ക്വസ്റ്റ്യൻസ്, അതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ക്വാണ്ടൈസേഷന്റെ ഇക്വേഷൻ Q equal to plus or minus NE where N is equal to 0, 1, 2, 3, etc. Okay, ഇതിനെ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഐഡിയ ചാർജിന്റെ യൂണിറ്റ് കൂളം സി എന്നാണ് നമ്മൾ അതിനെ കൊടുക്കുക. ചാർജിന്റെ ഡയമെൻഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം. സോ ചാർജ് ഈക്വൽ ടു കറണ്ട് ഇൻടു ടൈം. ഓക്കെ, കറണ്ടിന്റെ ഡയമെൻഷൻ എ, ടൈമിന്റെ ഡയമെൻഷൻ ടി. സോ ചാർജിന്റെ ഡയമെൻഷൻ AT. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി 5 പ്രോപ്പർട്ടി നിരത്തി എഴുതിയല്ലേ, ഞാൻ വേറൊരു തരികിടയും കൂടിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചോദ്യം വന്നത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് മാസ് എന്നാണ്. വീഡിയോ കുറച്ച് ബാക്കിലേക്ക് പോവാ, ആ എഴുതിയ പോയിന്റ്സ് ഒരിക്കൽ കൂടെ നോക്കാം. ഓക്കെ, അതിൽ കിട്ടിയിട്ടുണ്ടാവും രണ്ട് തരം ചാർജുകൾ ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ഒരു തരം മാസേ ഉള്ളൂ, പോസിറ്റീവ് മാത്രം. രണ്ട് തരം ഫോഴ്സുകൾ ഉണ്ട്, അട്രാക്ഷനോ റിപ്പൽഷനോ. മാസില് അട്രാക്ഷൻ മാത്രം. കഴിഞ്ഞ വർഷം പഠിച്ച ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം യൂണിവേഴ്സിലെ ഏത് ഓബ്ജക്റ്റും വേറെ ഓബ്ജക്റ്റുമായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സിലാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. മാസ് ക്വാണ്ടൈസ്ഡ് അല്ല. കൺസർവേഷൻ ഓഫ് ചാർജ്. മാസ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി കൺസർവ്ഡ്. ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. മാസ് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. ഒരു സൈഡിൽ ഉണ്ട് എന്ന് പറയാം, അപ്പുറത്തെ സൈഡിൽ ഇല്ല എന്ന് പറയാം. ഡിഫറൻസ് ആയല്ലോ. ഓക്കെ,
അപ്പൊ അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ചാർജിന്റെ യൂണിറ്റ് കൂളം, ഡയമെൻഷൻ 80. ഐഡിയ ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE ആണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോ തന്നെയുള്ള ഐഡിയ n ക്യാൻ ബി 0, 1, 2, 3, 4 ഒക്കെ ആവാന്ന് പറഞ്ഞാൽ എന്തോ ആവാൻ പറ്റാത്തതുണ്ട്. ഫ്രാക്ഷണൽ ചാർജസ് ആർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ n ക്യാൻ ബി 0, n ക്യാൻ ബി 1, n ക്യാൻ ബി 2, n cannot be 2.5. നമ്മൾ കുടുങ്ങും. ഈ ക്വാണ്ടൈസേഷൻ ഒന്നും ഇപ്പൊ പഠിക്കണതല്ല, നമ്മൾ മുന്നേ പഠിച്ചു വെച്ചതാണ്. നമുക്കറിയാം Na പ്ലസ് പ്ലസ് Cl മൈനസ് gives NaCl. സാറ് കെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങിയോ? ഇല്ല, അത്രേ അറിയുള്ളൂ. ഓക്കെ, Na പ്ലസ് പ്ലസ് Cl മൈനസ് gives NaCl. ഇവിടെ ആരൊക്കെ അല്ലേ ഇടാറ് സാധാരണ? എന്തോന്ന്. ഓക്കെ, ഈ Na പ്ലസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സോഡിയം ലോസസ് an electron. Cl മൈനസ് വന്നാലോ ക്ലോറിൻ ഗെയിൻസ് an electron. അപ്പൊ ഇവരുടെ ചാർജ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ക്വാണ്ടിറ്റി ഏതാണ്? ഇലക്ട്രോൺ അല്ലേ? ഇയാള് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, ഇയാള് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. ഇനി 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താം, 2 ഇലക്ട്രോണിനെ സ്വീകരിക്കാം. ഈ 2.5 പ്ലസ് E എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താവും? 2 ഇലക്ട്രോൺ എടുത്തതിന് ശേഷം മൂന്നാമത്തെ ഇലക്ട്രോണിനെ മുറിച്ചുകൊണ്ടാവാൻ പറ്റുമോ? പറ്റില്ല. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല? 2.5 E ഉണ്ടാവില്ല. ചാർജ് ഇക്ക് താഴെ ഉണ്ടാവാട്ടോ, E/3 എന്നൊക്കെ വരാറുണ്ട്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയൊക്കെ ഉണ്ടാക്കണേ. അവരെ വിളിക്കാം ക്വാർക്ക് എന്നാണ്. ക്വാർക്കിന്റെ ചാർജുകൾ ഇങ്ങനെയാണ്. നമ്മൾ ഈ പറയണത് ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണ സിസ്റ്റത്തിനാണ് ഈ പറഞ്ഞ ഐഡിയ. എന്തൊക്കെയോ തലയിൽ കയറുണ്ടാവുമല്ലോ. ഓക്കെ, സോ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, അല്ലാണ്ട് ക്വാർക്ക് എന്ന് പറഞ്ഞ ഉണ്ടായി അതേമാതിരി ഇല്ലാണ്ടാവും. അങ്ങനത്തെ സാധനത്തിനല്ല പറയണത്. ഫ്രീലി എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ആണ് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. ചോദിച്ചിട്ടില്ല, ഇപ്പൊ ചോദിക്കണം. വിച്ച് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ചാർജ്? ഏതായിരിക്കും ലോകത്തിൽ ഏറ്റവും ചെറിയ പോസിബിൾ ചാർജ്? നോ ഡൗട്ട് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ അറിയാലോ? 1.6 into 10 raised to minus 19 കൂളം. ഇതന്നെയാണ് പ്രോട്ടോണിന്റെ ചാർജ്. ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? 9.1 into 10 raised to minus 31 kilogram. ഐഡിയ ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, സോ ലോവസ്റ്റ് പോസിബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. 1.6 into 10 raised to minus 19 കൂളം. രണ്ടാമത്തെ ചോദ്യം, how many electrons will produce a charge of 1 coulomb? എത്ര ഇലക്ട്രോണുകൾ കൂടിയാൽ ഒരു കൂളം ചാർജ് ആയിട്ട് മാറും? is question number 2. How many electrons will produce a charge of 1 coulomb? So Q തന്നിട്ടുണ്ട്. ആദ്യ ഇക്വേഷൻ എഴുതുക. Q equal to plus or minus NE. ഓക്കെ, Qന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. 1 കൂളം ഈക്വൽ ടു N അറിഞ്ഞൂടാ. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 raised to minus 19 കൂളം. അപ്പൊ എത്രയായിരിക്കും N വരിക? N പറഞ്ഞ 1/1.6 into 10 raised to minus 19. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 6.25 into 10 raised to 18 electrons. ഇത്രയും ഇലക്ട്രോൺസ് കൂടി ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു കൂളം ചാർജ് ഉണ്ടാവുള്ളൂ. ഐഡിയ ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ. ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ പ്രൊഡ്യൂസ് എ ചാർജ് ഓഫ് 1 കൂളം? ആൻസർ ഈസ് 6.25 into 10 raised to 18 electrons. ക്ലിയർ അല്ലേ? ഇനി നമ്മളുടെ എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ, അതേ സ്റ്റൈലിൽ പറയാം. രാജു argued that charge of a system is 4.8 into 10 raised to minus 20 coulomb. Justify. രാജു ആർഗ്യൂ ചെയ്യാണ് ഒരു സിസ്റ്റത്തിന്റെ ചാർജ് ഇത്രയും വരാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആ ക്വസ്റ്റ്യന്റെ ഐഡിയ ക്ലിയർ ആയില്ലേ?
Q equal to plus or minus NE ആണ്. ആ n എന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് നമ്പർ മാത്രമേ വരാവൂ. 1, 2, 3, 4, 5 അങ്ങനെ ഏത് നമ്പർ വന്നാലും നോ പ്രോബ്ലം, അത് എക്സിസ്റ്റ് ചെയ്യും. പോയിന്റ് സംഖ്യയാണ് വന്നതെങ്കിൽ, ഡെസിമൽ പോയിന്റ്സ് വന്നാൽ ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. സോ കൊടുത്തു നോക്കുക, 4.8 into 10 raised to minus 20 equal to n into 1.6 into 10 raised to minus 19. 10 raised to minus 19 ഉം 10 raised to minus 20 കട്ടായി പോവും. ഇവിടെ minus 1 വരും. 1.6 ഉം 4.8 ഉം കട്ടാവും, 3 വരും. 3 into 10 raised to minus 1 means 0.3. എന്നിന് പോയിന്റ് സംഖ്യ പറ്റുമോ? പറ്റില്ല സർ. ഐഡിയ ക്ലിയർ ആണല്ലോ. സോ അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? നമ്മൾ പറയാം ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. ലോജിക് ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു സാധനം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യൂല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് തരം ഫോഴ്സുകൾ ഉണ്ട് നമുക്കറിയാം അല്ലെ? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് the most important law, അല്ലെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് പറയുന്നതാണ് which is the sure test in electrostatics, attraction or repulsion. Attraction ആണോ റിപ്പൽഷൻ ആണോ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഷുവർ ടെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടും ഉണ്ടാവില്ലേ? ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. അപ്പൊ ഏതാ ഷുവർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? രണ്ട് ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്താലാണോ രണ്ട് ചാർജുകൾ അട്രാക്ട് ചെയ്താലാണോ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഷുവർ ടെസ്റ്റ് ആയിട്ട് മാറാന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് സിമ്പിൾ. ഏതായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഷുവർ ടെസ്റ്റ് എന്ന് പറയുന്നത് റിപ്പൽഷൻ ആണ്. അതിന്റെ കാരണം സിമ്പിൾ. രണ്ട് ചാർജസ് തമ്മിൽ അട്രാക്ഷൻ ആണെങ്കിൽ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൊണ്ടാവാം, ഗ്രാവിറ്റേഷൻ കൊണ്ടും ആവാം. രണ്ട് ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ ആണെങ്കിൽ അത് എന്തുകൊണ്ട് മാത്രമേ ആവുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൊണ്ട് മാത്രമേ ആവുള്ളൂ. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. സോ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, ആ ഐഡിയ ക്ലിയർ അല്ല എന്നുള്ളത്. ഓക്കെ സർ, മനസ്സിലായി? ഫൈൻ. ഷുവർ ടെസ്റ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് റിപ്പൽഷൻ. ഐഡിയ ക്ലിയർ? ഇനി രണ്ട് ഓബ്ജക്റ്റിനെ റബ്ബ് ചെയ്തു. എ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റും ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റും. ഓക്കെ, രണ്ടും ഈക്വൽ മാസ് ആയിരുന്നു. On rubbing, A attains 100 positive charge and B attains 100 negative charge. Is there any mass difference between A and B due to rubbing? എയും ബിയും ഒരേ മാസ് ആയിരുന്നു, രണ്ടും തമ്മിൽ റബ്ബ് ചെയ്തു. എക്ക് 100 പോസിറ്റീവ് ചാർജ് കിട്ടി, ബിക്ക് 100 നെഗറ്റീവ് ചാർജ് കിട്ടി. എയും ബിയും തമ്മിൽ അവസാനം മാസിൽ വല്ല വ്യത്യാസം ഉണ്ടാവുമോ? മനസ്സിലായി സർ? എന്താ മനസ്സിലായേ? ഇതിന് 100 പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം അതിന് 100 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇതിന് 100 നെഗറ്റീവ് ചാർജ് കിട്ടാൻ കാരണം അതിന് 100 ഇലക്ട്രോൺ കിട്ടി. ഇലക്ട്രോണിന്റെ മാസ് 0 അല്ല. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് എ മാസ് ഡിഫറൻസ്. എത്രയായിരിക്കും മാസ് ഡിഫറൻസ് ഉണ്ടാവുക? ഐഡിയ സിമ്പിൾ. ഇയാൾക്ക് 100 എണ്ണം നഷ്ടപ്പെട്ടു, ഇയാൾക്ക് 100 എണ്ണം കിട്ടി. ഓക്കെ, സോ രണ്ടിലും 500 എന്ന് പറഞ്ഞ ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരുന്നത് വിചാരിക്കാം. വെറുതെ ഒരു സംഖ്യ എടുത്തതാണ്. ഓക്കെ, സോ ഇതിന് 100 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഇതിന്റെ നമ്പർ 400 ആവില്ലേ? ഇതിന് 100 ഇലക്ട്രോൺ കിട്ടിയാൽ ഇതിന്റെ നമ്പർ 600 ആവില്ലേ? സോ വാട്ട്സ് ദ ഡിഫറൻസ്? ഡിഫറൻസ് ഈസ് ഓഫ് 200 ഇലക്ട്രോൺസ്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ഇൻ മാസ്? 200 into 9.1 into 10 raised to minus 31 kilogram. ആൻസർ ഈസ് എത്ര വരിക? 9.1ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 18.2 into 10 raised to minus 29 kilogram. ഈ ക്വസ്റ്റ്യൻ അറിയണ കുട്ടി പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അറിയാണ്ട് 100 ഇലക്ട്രോണിന്റെ മാസ് എടുക്കും. അത് വരരുത്. ഒരു സ്ഥലത്ത് 100 കുറയും, അടുത്ത സ്ഥലത്ത് 100 കൂടും. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളിൽ ചോദിച്ച രണ്ട് കിഡ്ലൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യനിൽ ഒന്നിപ്പോ പറയും, പിന്നെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അടുത്തത് പറയും. ഒന്നായിട്ട് പ്രോബ്ലം വന്നാലേ ചിലപ്പോ നമുക്ക് ദഹനക്കേട് വരും, അത് വരാതിരിക്കാം. ഓക്കെ, സോ അതിന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. There are two objects A and B.
From A to B, 10 raised to 9 electrons will transfer in each second. ഓരോ സെക്കൻഡിലും എയിൽ നിന്ന് ബിയിലേക്ക് 10 raised to 9 ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. Then, what should be the time taken to transfer a charge of 1 coulomb? Question clear ആയില്ലേ? ഓരോ സെക്കൻഡിലും 10 raised to 9 ഇലക്ട്രോൺസ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറഞ്ഞാൽ 100 കോടി ഇലക്ട്രോൺസ് ഓരോ സെക്കൻഡിലും. ഒരു കൂളം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര സമയം എടുക്കും? വളരെ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. ഒരു കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് നമ്മൾ പഠിച്ചില്ലേ? 6.25 into 10 raised to 18 ഇലക്ട്രോൺസ് ഉണ്ട്, അറിയാലോ. ഒരു സെക്കൻഡില് 10 raised to 9 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു സെക്കൻഡില് 10 raised to 9 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ 1/10 raised to 9 seconds. ഇതിനെ നേരെ പുറത്തേക്ക് കൊണ്ടുവന്നു, വേറൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇലക്ട്രോണിന് ഇത്ര സമയം, അപ്പൊ ഇത്രയും ഇലക്ട്രോണിന് എത്ര സമയമായിരിക്കും ഉണ്ടാവുക? സോ ദ ടൈം ടേക്കൺ വിൽ ബി, ഒരു ഇലക്ട്രോണിന് ഇത്ര, അപ്പൊ ഇത്രയും ഇലക്ട്രോണിന് പറയുമ്പോ നമുക്കറിയാം ഒരു ആപ്പിളിന് 20 രൂപ, അപ്പൊ 3 ആപ്പിളിന് 20 into 3 60 രൂപ. ഓക്കെ, സെയിം സ്റ്റൈൽ. ഒരു ഇലക്ട്രോണിന് ഇത്ര സമയം, അപ്പൊ 3 ഇലക്ട്രോണിന് 6.25 into 10 raised to 18 divided by 10 raised to 9. ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഈ സമയം കിട്ടുക സെക്കൻഡിലാണ്. ഓക്കെ, ഇതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അവറിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ദിവസത്തിലേക്ക് മാറ്റാൻ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വർഷത്തിലേക്ക് മാറ്റാൻ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാലോ, സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ by 60, മിനിറ്റിനെ അവർ ആക്കാൻ വീണ്ടും by 60, ദിവസത്തിലേക്ക് മാറ്റാൻ by 24, ഇയറിലേക്ക് മാറ്റാൻ by 365. ഇത്രയും സംഖ്യ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുക 198 ഇയേഴ്സ് ആണ്. ഇത് ഇങ്ങനെ പറഞ്ഞു നിർത്താൻ കാരണം അത് NCERTയിലെ വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ഈസിലി ഗോ ത്രൂ ദി ടെക്സ്റ്റ് ബുക്ക്. അതുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ എഴുതി നിർത്തിയത്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഒരു കൂളം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ 198 വർഷം. NCERT തന്നെ പറയണത് അപ്രോക്സിമേറ്റ്ലി 200 years. ഓക്കെ, എന്ന് പറഞ്ഞ 100 കോടി ഇലക്ട്രോൺ ഓരോ സെക്കൻഡിലും ട്രാൻസ്ഫർ ചെയ്താൽ ഒരു കൂളം ചാർജ് ട്രാൻസ്ഫർ ചെയ്യണത് കാണാനുള്ള യോഗം നമുക്ക് ഉണ്ടാവില്ല, കാരണം 200 വർഷം കാത്തിരിക്കണം. ക്ലിയർ? ഇനി ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ് അടുത്ത ടോപ്പിക് പറയുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടോപ്പിക്. ഒന്നാമത്തെ ചാർജിങ് ബൈ കോണ്ടാക്ട്. ഇത് ശരിക്കും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയാം. ഒരു മെറ്റൽ ബ്ലോക്ക് is placed on an insulating stand. ഈ മെറ്റൽ ബ്ലോക്കിനെ നമുക്ക് ചാർജ് ചെയ്യണം ബൈ കോണ്ടാക്ട്. മനസ്സിലായി സർ? ഇതിന്റെ മുകളിലേക്ക് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ടച്ച് ചെയ്യും. അങ്ങനെ ടച്ച് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? ഇതിൽ നിന്നുള്ള കുറെ ചാർജ് ഇതിലേക്ക് ഒഴുകിപ്പോകും. ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റിയാൽ ഇവര് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. സോ ഒബ്ജക്ട് ചാർജ്ഡ് ആയിട്ട് മാറിയെന്ന് ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ചാർജിങ് ബൈ കോണ്ടാക്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയണത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതേപോലത്തെ ഒരു മെറ്റൽ ബ്ലോക്ക്. ഓക്കെ, ഈ മെറ്റൽ ബ്ലോക്കിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു ഹൈ പോസിറ്റീവ് ചാർജ് ഉള്ള ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി വെച്ചു. ഉറപ്പല്ലേ ഇതിലെ നെഗറ്റീവ് ചാർജ് ഉള്ള വസ്തുക്കൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് ഈ സൈഡില് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റഡ് ആവും എന്ന് പറഞ്ഞാൽ they get polarized. ഓക്കെ, ഇവിടെ നമ്മൾ എർത്ത് ചെയ്തു. നമ്മൾ എർത്തിനെ വിളിക്കണ ഒരു പേരുണ്ട് ഇലക്ട്രോൺ ബാങ്ക്. എത്ര ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കും, എത്ര ഇലക്ട്രോണിനെയും സ്വീകരിക്കും.
ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇവിടുന്ന് ഇലക്ട്രോൺസിനെ എർത്ത് വിട്ടുകൊടുക്കും, ഇവര് ന്യൂട്രലൈസ്ഡ് ആവും. അപ്പൊ ഇവര് പോവില്ല, കാരണം ഇവര് ഇയാളുമായിട്ട് അട്രാക്ഷനിലാണ്. സോ അവർക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ എർത്തിങ് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇയാളെ ഒഴിവാക്കി. ഇവര് തമ്മിൽ റിപ്പൽഷൻ അല്ല ഉണ്ടാവുക, അവരങ്ങോട്ട് പരക്കും മൊത്തത്തില്. സ്വാഭാവികമായിട്ടും they will uniformly distributed, ചാർജ്ഡ് ആയിട്ട് മാറിയില്ലേ? ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. രണ്ട് മെത്തേഡും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഒന്ന് ചാർജിങ് ബൈ കോണ്ടാക്ട്, രണ്ടാമത്തെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, ചാർജിങ് ബൈ കോണ്ടാക്റ്റും ചാർജിങ് ബൈ ഇൻഡക്ഷനും ലോജിക് ക്ലിയർ അല്ലേ? ഇവിടെ ബൈ കോണ്ടാക്ട് എന്ന് പറയുമ്പോ ഒരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യിക്കും, അപ്പൊ ചാർജ് ഒഴുകി വരും, ചാർജ്ഡ് ആയിട്ട് മാറും. ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം? പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ചാർജ്ഡ് ആവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്, അത്രേ ചെയ്തിട്ടുള്ളൂ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോ ചാർജ്ഡ് ആവണ മെത്തേഡിനെ നമ്മൾ എന്ത് വിളിക്കുക? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ക്ലിയർ? ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഓരോ വീഡിയോയിലും നമുക്ക് കുറച്ച് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നത്തെ എന്റെ ഈ പാർട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പാർട്ട് ഇവിടെ അവസാനിക്കും. നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, NCERT-യിലെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ പ്രസന്റ് ഇൻ എ കപ്പ് ഓഫ് വാട്ടർ? ഒരു കപ്പ് വെള്ളത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഒരു ഹിന്റ് മാത്രം തരാം. ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ 250 ഗ്രാം ആണ്. ഓക്കെ, ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് 250 ഗ്രാം ആണ്. ഓക്കെ, നിങ്ങളെ സൗകര്യത്തിന് വേണ്ടി അടുത്ത രണ്ട് ഐഡിയാസും കൂടി. മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ ഈസ് 18. ഓക്കെ, ദെൻ H2O, ഒരു വാട്ടർ മോളിക്യൂളില് 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ, molecular mass of water is 18 and in a water molecule there are 10 electrons. ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഒരു കപ്പ് വെള്ളത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അസൈൻമെന്റ് നമ്പർ 1. ഓക്കെ, then assignment number 2. How many electrons will present in 4 microcoulomb? How many electrons will present in 4 microcoulomb? Second question. Clear aanallo? Third question. Okay, a student argued that charge of a system is 0.8 into 10 raised to minus 16 coulomb. Justify. A student argued that charge of a system is 0.8 into 10 raised to minus 16 coulomb. Justify. ഈ 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം എന്റെ അടുത്ത വീഡിയോയ്ക്ക് മുന്നേ. ക്ലിയർ ആണല്ലോ? സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന വളരെ സുന്ദരമായ അതിമനോഹരമായ രാജ്യത്തേക്ക് നമ്മളുടെ AC വോൾവോ വാഹനം യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിലെ ഇൻട്രൊഡക്ഷൻ എന്ന ആദ്യ ഗാർഡൻ നമ്മൾ വിസിറ്റ് ചെയ്തു. ആ ഗാർഡനിലെ പൂക്കളും അതേപോലെ തന്നെ കാഴ്ചകളും നിങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും ബെൽ ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകളോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതിന്റെ റിപ്ലൈ പ്രോപ്പർ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.